പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൻ്റെ ചിന്തയിൽ ബൈബിളിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഒരു സ്വന്തമായ ബൈബിളുണ്ട്. സൺഡേ വർഷിപ്പിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ദൈവദാസന്മാർ വായിക്കുന്ന വാക്യങ്ങൾ ചിലപ്പോൾ പരിശോധിക്കും. ദൈവവചനം വീട്ടിൽ വന്ന് ചില സഹോദരന്മാർ ചിലപ്പോൾ വായിക്കുന്നുണ്ടാകാം. അതിനേക്കാൾ ഉപരി ദൈവവചനം വായിക്കുന്ന സമയം നിരന്തരം വായിക്കുവാനുള്ള മനസ്സോടുകൂടിയും ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് വിശ്വസിക്കുകയും വായിക്കുന്ന സമയത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളോട് ചേർന്ന് ദൈവം നമ്മളോട് ഇടപെടുന്നത് മനസ്സിലാക്കി ഓരോ വചനവും അണ്ടർലൈൻ ചെയ്ത് കഴിയുമെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇന്ന ദിവസം ഒന്ന് കുറിച്ച് വെച്ച് ഏത് വിഷയത്തിൻ്റെ മീതെയാണോ ദൈവം സംസാരിച്ചതെന്ന് മനസ്സിലാക്കി അതൊന്ന് പോയിൻ്റ് ചെയ്ത് നോട്ട് ചെയ്ത് സൈഡിൽ എഴുതി വെച്ച് നിരന്തരം ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എല്ലാം സമയാസമയമാകുമ്പോൾ ദൈവം നടത്തിത്തരും. കേവലം ഒരു സാധാരണ വിശ്വാസ ജീവിതം നയിക്കുന്ന സൺഡേ വർഷിപ്പിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാതെ ദേവദാസന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രം കേൾക്കാതെ നമ്മൾ ദൈവവുമായിട്ട് നേരിട്ടൊരു റിലേഷൻ ഉണ്ടാക്കിയെടുത്ത് പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദൈവവചനം വായിക്കുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും നല്ല രീതിയിൽ ആരാധിക്കുകയും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 100% ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, തലമുറകളിൽ കാണുവാനിടവരും. ദൈവം ആഗ്രഹിക്കുന്നത് ക്ലോസ് റിലേഷൻ, ഇൻഡിവിജ്വൽ റിലേഷൻ. അതുകൊണ്ട് വ്യക്തിപരമായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, യേശുവിനോട് ചേർന്നിരിക്കുവാൻ കഴിയുന്നത്ര സമയം, ജോലി തിരക്കുണ്ടാകാം, മറ്റു കാര്യങ്ങളുണ്ടാകാം, എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു, എനിക്ക് അല്പസമയം നിന്നോടുകൂടെ ഇരിക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനവുമായി ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും, ഉയർച്ച കൊണ്ടുവരും, സകല മേഖലകളിലും ഉയർച്ച കൊണ്ടുവരും. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും വെള്ളത്തിൻ്റെ മീതെ വള്ളം പോകുന്നത് പോലെ പ്രതികൂലത്തിൻ്റെ മീതെ നിങ്ങൾ സുഖമായി ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായന എന്ന് പറയുന്നത് വളരെ ഇൻറ്റിമസിയായി ദൈവത്തോട് ചേർന്നിരുന്ന് എന്നോട് സംസാരിക്കണം എന്നുള്ള നിശ്ചയബോധ്യത്തോടുകൂടെ അണ്ടർലൈൻ ചെയ്ത് വാഗ്ദത്തങ്ങൾ എഴുതി വെച്ച് നിരന്തരം മുടങ്ങാതെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സുള്ളവരായി തീരട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉയർച്ച വരട്ടെ, എല്ലാവർക്കും എല്ലാ മേഖലയിലും ഉയർച്ച വരട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.